ദൗർഭാഗ്യകരമായ ഒരു അപകട വാർത്ത നമ്മുടെ അടുത്തേക്ക് വന്നു. പക്ഷെ അതുകൊണ്ട് തീരുന്നില്ല എന്നുള്ളതാണ്. കോഴിക്കോട് കുന്നമംഗലം പന്തീർപ്പാടത്ത് സ്കൂൾ വിദ്യാർത്ഥികളുമായി പോയ ഓട്ടോ സ്വകാര്യ ബസ്സിലിടിച്ചു. 10-ലേറെ കുട്ടികൾ ഓട്ടോയിലുണ്ടായിരുന്നു. കുട്ടികളുടെ പരിക്ക് പക്ഷേ ഗുരുതരമല്ല എന്നത് ആശ്വാസകരമായ കാര്യമാണ്. അഭിജിത്ത് മുഴക്കുന്ന വിവരങ്ങളുമായി ചേരുകയാണ്. അഭിജിത്ത്, അപകടമുണ്ടായത് എപ്പോഴാണ്, എങ്ങനെയാണ്? മാധു, അല്പസമയം മുൻപ്, അതായത് രാവിലെ ഏതാണ്ട് 8:45 നടന്ന അപകടമാണ്. കുന്നമംഗലം പന്തീർപ്പാടത്താണ് ഈ സ്വകാര്യ ബസ്സും ഓട്ടോ ടാക്സിയും തമ്മിൽ കൂട്ടിയിടിച്ചത്. ഈ ഓട്ടോ ടാക്സിയിൽ വിദ്യാർത്ഥികളായിരുന്നു. ഏതാണ്ട് 10-ലേറെ വിദ്യാർത്ഥികൾ ഈ ഓട്ടോയിൽ ഉണ്ടായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ രണ്ട് വാഹനങ്ങളും, സ്വകാര്യ ബസ്സും ഈ ഓട്ടോയും തമ്മിൽ കൂട്ടിയിടിക്കുകയും അതിനുശേഷം ഈ ഓട്ടോ അല്പം ഒരു ഭാഗത്തേക്ക് കയറിപ്പോകുകയും ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. വണ്ടിക്കകത്ത്, വാഹനത്തിനകത്ത് 10-ലേറെ വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്നു. പക്ഷേ ആരുടെയും പരിക്ക് ഗുരുതരമല്ല എന്നുള്ളത് തന്നെയാണ് മാധു ഏറെ ആശ്വാസമുള്ള കാര്യം. തൊട്ടടുത്തുള്ള ആശുപത്രികളിലേക്കൊക്കെ തന്നെ പ്രാഥമിക ചികിത്സയ്ക്കായി ഈ വിദ്യാർത്ഥികളെ നിലവിലിപ്പോൾ മാറ്റുകയും ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ അവിടെയുള്ള ഈ പോലീസ് ഉദ്യോഗസ്ഥരുമായൊക്കെ സംസാരിച്ചിരുന്നു. അപ്പോൾ ലഭ്യമായിട്ടുള്ള വിവരം പരിക്ക് ഗുരുതരമല്ല എന്നുള്ളത് തന്നെയാണ്. മാധു, അഭിജിത്ത് മുഴക്കുന്നാണ് വിവരങ്ങൾ നൽകിയത്. പ്രേക്ഷകർ ചോദിക്കുന്നുണ്ട്, സ്കൂൾ സമയത്ത് ടിപ്പർ ഓടിക്കാൻ പാടുണ്ടോ എന്നുള്ളത്. സ്കൂൾ സമയത്ത്, അതായത് സ്കൂൾ കുട്ടികളൊക്കെ സ്കൂളിലേക്ക് പോകുന്ന സമയങ്ങളിൽ നിയന്ത്രണമുണ്ട്. എല്ലാ ജില്ലകളിലും അവിടുത്തെ പ്രത്യേക സാഹചര്യം അനുസരിച്ച് തന്നെ നിയന്ത്രണങ്ങളുണ്ട്. ഇപ്പോൾ പല ജില്ലകളിലും അങ്ങനെ. എറണാകുളത്താണെങ്കിൽ രാവിലെ 8:30 മുതൽ 10 വരെയും വൈകിട്ട് 4 മുതൽ 5 വരെയും. മുഴുവൻ സമയം നമുക്കങ്ങനെ നിയന്ത്രിക്കാൻ കഴിയില്ലല്ലോ. അപ്പോൾ കുട്ടികൾ ധാരാളമായി സ്കൂളിൽ പോകുന്ന സമയങ്ങളിൽ നിയന്ത്രണമുണ്ട്. തൃശ്ശൂരിൽ രാവിലെ 8:30 മുതൽ 10 വരെയും വൈകിട്ട് 3:30 മുതൽ 5 വരെയുമുണ്ട്. ഓരോ ഇടത്തും അതിൻ്റെ ഒരു സവിശേഷത കൂടി പരിഗണിച്ച് പല സമയങ്ങളായിട്ടാണ് നൽകുക.